രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവന വന്നു. ഒ.ബി.സി വിഭാഗത്തിന് അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെന്ന്. ഞാൻ ഈ രാഹുൽ ഗാന്ധിയോടൊക്കെ പറയുന്നത്, നിങ്ങൾ ഓരോ മതവിഭാഗത്തിൻ്റെയും ജാതി വിഭാഗത്തിൻ്റെയും മീറ്റിങ്ങിൽ പോയി അവർക്ക് സുഖിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയരുത്. പട്ടികജാതി പട്ടികവർഗ്ഗക്കാരോടെന്ന് ചെന്ന് പറയും നിങ്ങൾക്ക് കിട്ടിയ സംവരണം പോരാ എന്ന് പറയും. പട്ടികവർഗ്ഗക്കാരോട് എന്ന് പറയും നിങ്ങളാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പാവങ്ങൾ, നിങ്ങൾക്കിത് പോരാ എന്ന് പറയും. അങ്ങനെ ഓരോ സ്ഥലത്ത് ദളിതന്മാരോട് പറയും നിങ്ങളാണ് ഈ രാജ്യം കണ്ടുപിടിച്ചത്, നിങ്ങളില്ലെങ്കിൽ ഈ ഭൂമി നഷ്ടപ്പെട്ടു, അതുകൊണ്ട് നിങ്ങൾക്കാണ് എല്ലാം തരേണ്ടതെന്ന് പറയും. ഇങ്ങനെ പിന്നെ വീരശൈവ, വിശ്വകർമ്മ, ഇങ്ങനെ ഏത് ജാതി എടുത്താലും അവരുടെ മീറ്റിങ്ങുകളിൽ പോയി കയ്യടി കിട്ടുന്ന വാക്കുകൾ പറയും. ഇന്ത്യയിൽ ജാതി സംവരണവും പിന്നെ മതസംവരണവും ഒക്കെ എന്ത് ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ച് സമഗ്രമായ പദ്ധതികൾ ആവശ്യമുണ്ട്. അല്ലാതെ ആന്ധ്രയിൽ അങ്ങനെ ചെയ്തു, തമിഴ്നാട്ടിൽ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ മറ്റേ സ്ഥലങ്ങളിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മാഷേ. ഇവിടെ ജാതി സെൻസസ് വരുന്നുണ്ടല്ലോ, ജാതി സെൻസസിനെ കുറിച്ച് ചിന്തിച്ച്, ജാതി സെൻസസും വരികയാണ്. ഈ രാജ്യത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്? എല്ലാ സമുദായത്തിലും പാവപ്പെട്ട ആളുകളിപ്പോൾ ഒരുപാടുണ്ട്, ദരിദ്ര നാരായണന്മാരുണ്ട്. ആ ദരിദ്ര നാരായണന്മാരെ എങ്ങനെ രക്ഷിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ രക്ഷിച്ച് വരുമ്പോൾ സർക്കാർ സംവിധാനമാണോ കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ മറ്റേതെല്ലാം മേഖലകളിൽ തൊഴിൽ കൊടുക്കാൻ പറ്റും, സ്വകാര്യ മേഖലയിൽ എങ്ങനെ സംവരണം പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും, ഇതെല്ലാം ചിന്തിക്കുക. അങ്ങനെയെല്ലാം ചിന്തിച്ച് ഈ സംവരണം എന്ന് പറയുന്നത് ദരിദ്രരായ കുടുംബത്തിലെ സമ്പത്ത് നേടിയവർക്ക് മാത്രമായി കിട്ടുന്ന രീതിയിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ്ഗം എടുത്താൽ, ഒ.ബി.സി എടുത്താൽ, മുസ്ലിം വിഭാഗം എടുത്താൽ, അതിൽ ആർക്കെങ്കിലും ഒരാളിന് കിട്ടിയിട്ട് ആ തലമുറയിലുള്ള എല്ലാവർക്കും കിട്ടും. അവിടെ ഇപ്പോൾ ഒരു പുരുഷന് കിട്ടിക്കഴിഞ്ഞാൽ ഭാര്യ, മക്കൾ, ചെറുമക്കൾ, വിദ്യാഭ്യാസം എല്ലാവരും, കാരണം അവർക്കത് നേടിയെടുക്കാൻ അറിയാം. അതേസമയം ഇപ്പോഴും കോളനികളിൽ കിടക്കുന്ന ഒരുപാട് പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുണ്ട്, ദളിത് കോളനികളുണ്ട്. അവിടെ ഇതൊന്നും എത്തിയിട്ടില്ല, അവരിതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അവരെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം? അതുപോലെ ഒ.ബി.സി വിഭാഗത്തിലും ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. അതുപോലെ മുന്നാക്ക വിഭാഗത്തിലുമുണ്ട്. എത്രയോ ബ്രാഹ്മണന്മാർ, എത്രയോ നമ്പൂതിരിമാർ, എത്രയോ നായർ സമുദായത്തിൽപ്പെട്ട വളരെ ദരിദ്രരായി ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കിടക്കുന്ന ആളുകളുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെയും കൂടി കാണുന്ന ഒരു സംവിധാനത്തിലേക്ക് വരണം. അപ്പോൾ അതുകൊണ്ട് ഈ ഓരോ സ്ഥലത്ത് നിന്ന് കിട്ടുന്ന കയ്യടി വാങ്ങാനുള്ള പ്രയോഗങ്ങൾ നടത്താതെ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒ.ബി.സി വിഭാഗത്തിന് അർഹമായ പ്രാധാന്യം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ 4 കയ്യടി ഓക്കെ, എല്ലാവരും ഇരുന്ന് കയ്യടിക്കും. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് വളരെ സമഗ്രമായൊരു പദ്ധതിയാണ്. അംബേദ്കർ പോലും പറഞ്ഞത് എന്താണ്? നമുക്ക് കൃത്യമായി പിന്നെ സംവരണത്തെ സംബന്ധിച്ച് അംബേദ്കറിന് പോലും കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാടൊന്നും അല്ല ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത്. ഇത് ഒരിക്കൽ ഏർപ്പെടുത്തി, അത് ഒരു വഴിക്ക് പോകുന്നു, അതിൻ്റെ ഗുണഫലങ്ങളെല്ലാം വേറൊരു വഴിക്ക് കുറച്ച് ആളുകൾ കൊണ്ടുപോകുന്നു. വീണ്ടും മഹാഭൂരിപക്ഷം ഇപ്പോഴും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ഒക്കെയാണ് കിടക്കുന്നത്. ഒരു സാമൂഹ്യമായി പിന്നോക്കാവസ്ഥയിൽ തന്നെയാണ്. അതെങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ള വളരെ സമഗ്രമായ വിപ്ലവകരമായ ഇടപെടൽ ആവശ്യമുണ്ട്. അതെങ്ങനെയാണ് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അതിനുള്ള ചർച്ചയാണ് രാഹുൽ ഗാന്ധി സമഗ്രമായി തുറന്നു വയ്ക്കേണ്ടത്. അല്ലാതെ ഒ.ബി.സിയെക്കുറിച്ച് കൂടുതൽ പറയുമ്പോൾ എസ്.സി. എസ്.ടിക്കാർ പിണങ്ങും, ദളിതുകാർ പിണങ്ങും, അല്ലെങ്കിൽ മുന്നോക്കക്കാർ പിണങ്ങും. ഇനി മുന്നോക്കക്കാർ അവിടെ ചെന്ന് നിങ്ങൾ ആണ് കുഴപ്പം, അല്ലെങ്കിൽ പാവങ്ങളാണെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തുള്ളവർ പിണങ്ങും. അങ്ങനെ സമുദായത്തെ തമ്മിലെടുപ്പിച്ച് നമുക്ക് 4 വോട്ട് കിട്ടുമോ എന്നുള്ളത് ദയവായി രാഹുൽ ഗാന്ധി നോക്കരുത്. അങ്ങ് അത്രയും വലിയ നേതാവാണ്, ആരും നോക്കരുത്.